മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, കൈകൂപ്പി നിൽക്കുന്നവരെല്ലാം ആജ്ഞാനുവർത്തികളോ അടിമകളോ ആണെന്ന് കരുതുന്നത് തെറ്റാണ്. കാര്യം കാണുന്നതിനോ കലഹം ഒഴിവാക്കുന്നതിനോ ഉള്ള താൽക്കാലിക തന്ത്രം മാത്രമായിരിക്കുമത്. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റു ചെയ്യുന്നവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. ഭക്തരെ, നിങ്ങളെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കഴിവുള്ള ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അറിയുക, അത് നിങ്ങൾ മാത്രമാണ്. ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരികൾ എപ്പോഴും ദുർബലമായിരിക്കും. സ്നേഹം വിളമ്പിക്കൊടുക്കുക, പക്ഷേ വാരിക്കൊടുക്കരുത്. ഉണ്ടു നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർ മടുത്തു തുടങ്ങിയെന്ന് വരും. ഭക്തരെ, സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചെന്നിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങളുടേത് മാത്രമായിരിക്കും. ഭക്തരെ, മനസ്സിൽ നന്മ മാത്രം സൂക്ഷിക്കുന്നവർ പലപ്പോഴും പറ്റിക്കപ്പെടും. പലർക്കു മുന്നിലും തല കുനിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അവരൊരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല. സ്വയം പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എത്ര ശക്തനാണെങ്കിലും ഉള്ളതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും. ഭക്തരെ, മനസ്സിനേറ്റ ചില മുറിവുകൾ കാലത്തിനു മായ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് വെറുതെയാണ്. ചില വേദനകൾ, ചില വേർപാടുകൾ, ചില അപമാനങ്ങൾ, ചില ഒഴിവാക്കലുകൾ മറന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയൂ. മരിക്കുന്നതുവരെ അതങ്ങനെ മനസ്സിൽ നീറി നീറി കഴിയും. മനസ്സ് ശുദ്ധമായിരിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, ഇതാണ് എല്ലാ ആരാധനയുടെയും അടിസ്ഥാനം. വാക്കുകൾ കൊണ്ട് വാഗ്ദാനം നൽകാൻ എളുപ്പമാണ്, പ്രവൃത്തികൾ കൊണ്ട് അത് പൂർത്തീകരിക്കാനാണ് പ്രയാസം. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം. മുഖം നോക്കാതെ മറുപടി പറയാൻ കഴിയണം. ഇത് രണ്ടും സാധിക്കാത്തവർ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഒരുപാട് പ്രയാസപ്പെടും. ഭക്തരെ, മനുഷ്യന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരിക്കും. പക്ഷേ ജീവിതം അവരെ കൊണ്ടുപോകുന്നത് അവർ പ്രതീക്ഷിച്ച വഴിയിലൂടെ ആയിരിക്കണമെന്നില്ലെന്ന് മാത്രം. യഥാർത്ഥ സ്നേഹം ആരും കണ്ടെത്തുന്നതല്ല, നമ്മൾ നൽകുമ്പോൾ 10 മടങ്ങായി തിരിച്ചു ലഭിക്കുന്നതാണ്. ഭക്തരെ, കരയുന്നവരെ കരയിപ്പിക്കുക, ഭയപ്പെടുന്നവനെ ഭയപ്പെടുത്തുക, ഇതാണ് ലോകത്തുള്ള മനുഷ്യരുടെ രീതി. അതുകൊണ്ട് കരയാതിരിക്കുക, ആരെയും ഭയപ്പെടാതിരിക്കുക. ഇതുമാത്രമാണ് ഈ ലോകത്തിലെ മനുഷ്യരെ വിജയിക്കാനുള്ള രീതി. ഭക്തരെ, ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും. ഭക്തരെ, മാറ്റാൻ സ്വന്തം കുറവുകളും തിരുത്താൻ സ്വന്തം തെറ്റുകളുമുള്ളപ്പോൾ എന്തിനാണ് മറ്റുള്ളവരുടേത് തേടി നടക്കുന്നത്? തോറ്റുപോയി എന്ന തോന്നലിൽ തളർന്നിരിക്കാതെ ജയിക്കാൻ കഴിയും എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല. സാധ്യതകൾ ഒരുപാടുള്ള ജീവിതമാണ് നിങ്ങളുടേത്. ശ്രമം തുടരുക. ഭക്തരെ, വേദനിപ്പിക്കുന്നവർക്ക് നിങ്ങൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നിങ്ങൾക്ക് അതിനെ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വച്ചിട്ടുണ്ടാകും. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.